ഒറ്റയടിക്ക് 284 രൂപയും പ്ലസ് ഡെലിവറി ചാർജ് ലാഭിച്ച് ഒരു മോൺസ്റ്റർ വെറൈറ്റി വീട്ടിലെത്തിച്ച കഥയാണ് ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് വന്ന വഴിക്ക് ഒരുപാട് നാളായി ഞാനിത് നോട്ടം ഇട്ട് വെച്ചിട്ട് ഇന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇത് മെയിൻ റോഡ് സൈഡിൽ ആണെന്ന് ഓർത്തോണം. കോട്ടയം ടൗണിൽ മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഒരിതാണ്. ഒത്തിരി നാളെ ഞാനിത് നോട്ടം ഇട്ട് വെച്ചിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ. നമുക്ക് സൈഡ് ഒതുക്കി ഒന്ന് നിർത്തി ഒന്ന് എടുക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തിരിച്ചു പോരുന്ന വഴിക്ക് അവിടെ നിർത്തി നമ്മൾ സാധനം പൊക്കിയിട്ടുണ്ട്, വീട്ടിലെത്തിച്ചു. അപ്പോൾ നട്ടുച്ചയ്ക്കാണ് ഞാൻ വീട്ടിൽ വന്നത്. അത് അന്നേരം നടാൻ പറ്റത്തില്ല, അതുകൊണ്ട് വെള്ളത്തിൽ ബക്കറ്റിൽ മുക്കി വെച്ചു. വൈകുന്നേരമായപ്പോൾ വൈകിട്ട് ഒരു 6-6:30 ആയപ്പോഴത്തേനാണ് നടാൻ വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ പോട്ട് തയ്യാറാക്കി. വെറും പച്ച മണ്ണിനകത്താണ് ഞാൻ നടുന്നത്, വേറെ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ മണ്ണ് ചട്ടിക്കകത്ത് നിറച്ചിട്ട് ഇതേണ്ട നട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സന്ധ്യയായി കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഉണക്കാണ്, ഭയങ്കര എല്ലാം വാടി കരിഞ്ഞു പോവുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതൊന്നും കിളുത്ത് കയറി വരത്തില്ല. ഈ ഒരു ഉണക്കത്ത് നമ്മൾ പിടിപ്പിച്ചെടുക്കുന്ന ചെടിക്ക് സർവൈവൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം നമ്മൾ പണ്ട് ഒരു പഴഞ്ചൊല്ല് പറയത്തില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന്. അപ്പം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കിളിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിനും നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കണമേ. സന്ധ്യ ആകുമ്പോഴത്തേന് 2 നേരം വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇവിടെ അതുപോലെ ചൂട് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മരമൊക്കെ വെച്ചു, എന്നാലും അതെല്ലാം കിളുത്ത് കയറി വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് വലിയൊരു തണലായിട്ടില്ല മുറ്റത്തോട്ടൊന്നും. അപ്പോൾ ഇതവിടെ വെച്ചെന്നാൽ എല്ലാ ചെടിക്കും നമ്മൾ നടുന്നതിനെല്ലാം 2 നേരമുള്ള ഒരു കമ്പ് വെറുതെ മണ്ണിൽ നമ്മൾ നട്ടേ കിളുത്ത് കയറി വരുമെങ്കിൽ ഏതെങ്കിലും ഒന്ന് പിടിക്കട്ടെന്നോർത്ത്. എന്നിട്ട് ദേ ചട്ടി കൊണ്ട് വാതിക്കെ മറ്റ് ചട്ടിയിലൂടെ വെച്ചു. ഇത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ചെടിയാണ്, അത് ഉടനെ ചെയ്യാം. അപ്പോൾ ഇതൊരു ചീര ഞാൻ കഴിഞ്ഞ ദിവസം കുഴിച്ച് വെച്ചായിരുന്നു. പിന്നെ ചേനി കുഴിച്ച് വെക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ, മുളക്. അതിനെല്ലാം വൈകുന്നേരത്തെ വെള്ളം ഒഴിച്ചേച്ച് അകത്തേക്ക് കയറി. അങ്ങനെ ഇന്നത്തെ നല്ല ദിവസവും കഴിഞ്ഞു. ബാക്കി നാളെ